Good morning, students. Then we have already discussed in the previous class the graphical methods. Finally solve the game theory. One homework also. One more review the homework. Player A, A1, A2, A3, A4, A5. Player B, B1, B2. Column wise B1, -2, -5, 0, -3, 2. B2, 5, 3, -2, 0, -3. The next concept, method of linear programming. So third methods we have already discussed in the two types of strategies are generally used in the game theory. First one pure strategy, second mixed strategy. Pure strategy is like it's a calculate the saddle point and also determine the value of game. Then mixed strategies, different types of strategies are utilized at the time of the progress of the game. And mainly three types of game strategies are used in mixed strategy. First one algebraic method or probability method. Second graphical method. Third linear programming or methods of linear programming. If there is no saddle point, then the mixed strategy is the main benefits or main calculation or main ascertain the strategies in the mixed strategy without saddle points. No saddle points. മിക്സഡ് സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്യുന്ന ഒരു ഗെയിമിൽ നമുക്കൊരിക്കലും സാഡിൽ പോയിന്റ് കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ പഠിച്ച രണ്ട് മെത്തേഡിലും സാഡിൽ പോയിന്റ് ഇല്ല. ഏതൊക്കെ? ഒന്ന് ആൽജിബ്രിക് മെത്തേഡിൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മെത്തേഡിൽ നമുക്ക് ഒരിക്കലും എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, സാഡിൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രൂവ് ചെയ്തതാണ്. സെക്കൻഡ് മെത്തേഡായ ഗ്രാഫിക്കൽ മെത്തേഡിലും നമുക്കൊരിക്കലും സാഡിൽ പോയിന്റ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതും നമ്മൾ ചെയ്തതാണ്. Third method, method of linear programming. Method of linear programming. If there is no saddle point, and dominance principle is unsuccessful for reducing the matrix, we can apply linear programming or LP and find out the solution. If there is no saddle point, ഇതിനെന്തില്ല? സാഡിൽ പോയിന്റ് ഇല്ല. സാഡിൽ പോയിന്റ് എന്തായിരുന്നു? Minimax is equal to maximin. Such a point is known as saddle point. There is no possibility for equal of minimax and maximin. That is the minimum of columns and maximum of rows is not to optimize. So no saddle point is possible in the case of linear programming also. And dominance principle is unsuccessful for reducing the matrix. ഇതുവരെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിലായാലും അതുപോലെ തന്നെ ആൽജിബ്രിക് മെത്തേഡ് ഓർ പ്രോബബിലിറ്റി മെത്തേഡിലായാലും നമ്മൾ അവിടെ യൂസ് ചെയ്ത പ്രിൻസിപ്പിൾ ഏതായിരുന്നു? നമ്മൾ ഡോമിനൻസ് പ്രിൻസിപ്പിളാണ്. ഡോമിനൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ആ പ്രിൻസിപ്പിളിൽ നമുക്കറിയാം റോയുടെ മിനിമം എലിമിനേറ്റ് ചെയ്യുക, കോളത്തിൻ്റെ മാക്സിമം എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ കമ്പയർ ചെയ്യണം. രണ്ട് റോ കമ്പയർ ചെയ്യുമ്പോൾ എയും A1ഉം B1ഉം A1ഉം A2 ഉണ്ടെങ്കിൽ റോയുടെ മിനിമം വാല്യൂ ഏതിനാണോ അതെന്ത് ചെയ്യുക? നമ്മൾ ക്യാൻസൽ ചെയ്യും. അതുപോലെ കോളം വൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. B1ഉം B2 ഉണ്ടെങ്കിൽ മാക്സിമം വാല്യൂ ഉള്ള കോളത്തിനെ നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഡോമിനൻസ് ഡോമിനേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഇപ്പോൾ റോ ബേസിലാണെങ്കിൽ നമുക്ക് മിനിമം പ്രിൻസിപ്പിളിനാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ കോളം വൈസിലാണെങ്കിൽ മാക്സിമം പ്രിൻസിപ്പിളിനാണ് ഇമ്പോർട്ടൻസ്. ബിക്കോസ് നമ്മുടെ റോ വൈസിൽ മിനിമത്തിനാണ് ഇമ്പോർട്ടൻസ്, കോളം വൈസിലാണെങ്കിൽ മാക്സിമത്തിനാണ് ഇമ്പോർട്ടൻസ്. ആ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ഡോമിനൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ഡോമിനൻസ് പ്രിൻസിപ്പിൾസ് ഇവിടെ അൺസക്സസ്ഫുൾ ആണെന്ന് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് ബേസിൽ ഡോമിനൻസ് പ്രിൻസിപ്പിൾ ഈസ് അൺസക്സസ്ഫുൾ ഫോർ റെഡ്യൂസിങ് ദ മെട്രിക്സ്. മെട്രിക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ഡോമിനൻസ് പ്രിൻസിപ്പിൾ ഇവിടെ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവാത്ത രീതിയിലുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, അല്ലെ മെത്തേഡ്. അപ്പോൾ എല്ലാ മെത്തേഡിലും അല്ലെ എല്ലാ സമയത്തും ഒരു ഗെയിം ചെയ്യുമ്പോൾ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡോമിനൻസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഈക്വലൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ബിക്കോസ് ദ ഡോമിനൻസ് പ്രിൻസിപ്പിൾ ഈസ് അൺസക്സസ്ഫുൾ ഫോർ റെഡ്യൂസിങ് ദ മെട്രിക്സ്, we can apply linear programming. LP means linear programming and find out the solution. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. എക്സ്പ്രസ് ദ ഫോളോയിങ് ഗെയിം ഇൻ ടു LPP. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ വിളിക്കുന്നതാണ് LPP. ലീനിയർ പ്രോഗ്രാമിംഗ് ഓർ LPP. പ്ലെയർ A, A1, A2. പ്ലെയർ B, 3 സ്ട്രാറ്റജി B1, B2, B3. B1, 3, 2. B2, 1, 7. B3, 4, 5. മെട്രിക്സ് തന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ സൊല്യൂഷൻ നോക്കാം.
ലെറ്റ് x1 x2 ആൻഡ് y1 y2 y3. ലീനിയർ പ്രോഗ്രാമിംഗ് എടുക്കുമ്പോൾ നമ്മൾ അതിന് എക്സിനും വൈയും ആയിട്ടാണ് കൊടുക്കുക. നമുക്ക് ലീനിയർ പ്രോഗ്രാമിൻ്റെ 2 ചാപ്റ്റർ പഠിക്കാറുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് നമുക്കിനി പഠിക്കാനുള്ള 2 ലീനിയർ പ്രോഗ്രാമിൻ്റെ ചാപ്റ്ററിലും പറയാനുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, ലീനിയർ പ്രോഗ്രാമിൽ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിനെ എക്സും വൈയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഒരു വാല്യൂവിനെ നമ്മൾ എക്സും മറ്റൊന്നിനെ വൈയും എടുക്കും. നമ്മൾ A1 A2 പകരം x1 x2, B1 B2 B3 പകരം y1 y2 y3. അപ്പോൾ ലെറ്റ് x1 ആൻഡ് x2 ആൻഡ് y1 y2 ആൻഡ് y3 ആർ ദ പ്രോബബിലിറ്റീസ് ഓഫ് വിച്ച് A ആൻഡ് B സെലക്ട് ദെയർ പ്യുവർ സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ അവിടെ പ്യുവർ സ്ട്രാറ്റജി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എയും ബിക്കും പകരം x1ഉം x2ഉം ബിക്ക് പകരം y1ഉം y2ഉം y3ഉം എടുത്ത് ദെൻ ഇൻ റെസ്പെക്ട് ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ്. എ എന്തായിട്ട് എടുക്കുകയാണ്? ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എയുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം മാക്സിമൈസ്, ഇതിന്റെ ഇക്വേഷൻ ആണ് മേലെ എഴുതി, അതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് അങ്ങോട്ട് പഠിക്കാം. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2. അതിന്റെ വാല്യൂവിന് ഇക്വേഷൻ ആണ് മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2. അപ്പൊ x1ഉം x2 ആണ്. z എന്ന് പറയുന്നത് അതിന്റെ വാല്യൂവിനെ പറയുന്നതാണ്. വാല്യൂ ഈസ് ഈക്വൽ ടു x1ഉം x2ഉം കൂടി ചേർന്നാണ് മാക്സിമൈസ് അതിന്റെ വാല്യൂ. നമ്മള് എന്റെ മാക്സിമൈസ് വാല്യൂ ആണ് z ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 3ഉം 1ഉം 4ഉം. എക്സ് എന്ന് പറയുന്നത് എന്താ? A1-നെയല്ലേ നമ്മൾ എക്സ് എടുത്തത്. A1 എന്ന് പറയുന്ന റോനെയാണ് നമ്മൾ എക്സ് എടുത്തത്. എക്സ് റോയുടെ വാല്യൂ ഏതാ? A1-ന്റെ 3 1 4. A2-യുടെ വാല്യൂ 2 7 5. ഓർത്ത് വെച്ചേ. അതുപോലെ തന്നെ കോളം വൈസിൽ എടുക്കുമ്പോൾ B1 എടുക്കുമ്പോൾ 3 2, B2 എടുക്കുമ്പോൾ 1 7, B3 എടുക്കുമ്പോൾ 4 5. നമുക്ക് x1 പ്ലസ് x2 എന്ന് പറയുമ്പോൾ എന്താ? x1ഉം x2ഉം കൂടുതൽ. A1 പ്ലസ് A2 അല്ലേ? x1 പ്ലസ് x2 അല്ലേ വാല്യൂ? z ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2. അപ്പൊ A1 പ്ലസ് A2, A1-ന്റെ വാല്യൂ 3, A2-യുടെ വാല്യൂ 2. അപ്പൊ അങ്ങനെ അടുത്തതോ അടുത്ത x1 1 7, നെക്സ്റ്റ് x1 x2 x1 4 x2 5. അതിനെ നമുക്ക് സോൾവ് ചെയ്ത് ഇങ്ങനെ എഴുതാൻ നോക്കും. 3x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. Then next x1 1x1 plus 7x2 less than or is equal to 2. 4x1 plus 5x2 less than or is equal to 1. x1 and x2 less than or is equal to 0. x1ഉം x2ഉം 0-നേക്കാളും കൂടുതൽ വാല്യൂ ആണ്. x1-ന്റെയും x2-ന്റെയും വാല്യൂ എന്താണ്? 0-നേക്കാളും കൂടുതലാണ്. അപ്പൊ 3x1 പ്ലസ് 2x, ഇതിന്റെ ഒരു ഫോർമാറ്റ് ആണ്. 3x പ്ലസ് 1 2x1 x2. 3x1ഉം 2x2 ആണ് വാല്യൂ. ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. 1-നേക്കാളും കൂടുതൽ വാല്യൂ ആണ്. ദെൻ 1x1 പകരം നമ്മൾ x1 എഴുതി. x1 പ്ലസ് 7x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. അടുത്തത് 4x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതണം? x ആൻഡ് x2 അല്ലെങ്കിൽ x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0 എഴുതി. ഇനി അടുത്ത ഇൻ ദ കേസ് ഓഫ് ബിയുടെ നമ്മളിപ്പോൾ എയുടെ സ്ട്രാറ്റജി എഴുതി. ഇൻ ദ കേസ് ഓഫ് ബി LPP ബിയുടെ കേസിൽ ഇങ്ങനെ എഴുതാം. മാക്സിമൈസ് y1 പ്ലസ് y2 പ്ലസ് y3. അതല്ലേ b1 പ്ലസ് b2 v3 ആണ്. y1 പ്ലസ് y2 y3 അതിനെങ്ങനെയാണ് എഴുതുക? സബ്ജക്റ്റ് ടു. ഇനി നമുക്ക് b1 b2 b3 ഒന്നിച്ചെഴുതാം. 3y1 പ്ലസ് 1y2 പ്ലസ് 4y3 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1-നേക്കാളും കുറവ് വാല്യൂ ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് 2y1 പ്ലസ് 7y2 പ്ലസ് 5y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. y1 y2 y3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതി വെച്ചാൽ ലീനിയർ പ്രോഗ്രാമിംഗ് ആയി. ഇത്രയേ ചെയ്യണ്ടോ നമ്മൾ. ഇനി നമുക്ക് അപ്പുറത്തേക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു എക്സാമ്പിൾ മതി.
കാരണം നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളൂ, ബാക്കി അപ്പുറത്തേക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് തരാത്തത്. ഒന്നുമില്ല, നമ്മൾ ആദ്യം എക്സും വൈയും ആക്കും. എയുടെ എക്സ് ആക്കും, ബിയുടെ വൈ ആക്കും. അപ്പോൾ ഫസ്റ്റ് എയുടെ വാല്യൂ ആണ് സ്ട്രാറ്റജീസ് ഓഫ് എ മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 സബ്ജക്റ്റ് 2 എന്ന് എഴുതണം. അപ്പോൾ എക്സിന്റെ വാല്യൂ നോക്കാം ഓരോന്നിൻ്റെയും 3x ഓരോന്നും. അപ്പോൾ A1ഉം A2ഉം കൂട്ടുന്നതാണ് x1ഉം x2. സോ സബ്ജക്റ്റ് ടു 3x1 പ്ലസ് 2x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. 1നേക്കാളും കൂടുതലായിരിക്കും അതിന്റെ വാല്യൂ. നെക്സ്റ്റ് 1x1 പ്ലസ് 7x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. 1നേക്കാളും കൂടുതലായിരിക്കും അതിന്റെ വാല്യൂ. 4x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതിന്റെ വാല്യൂ കിട്ടി. എക്സ് ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇൻ ദ കേസ് ഓഫ് ബിയുടെ സ്ട്രാറ്റജി ആണെങ്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. മാക്സിമൈസ് y1 പ്ലസ് y2 z ഈസ് ഈക്വൽ ടു എന്ന് വേണമെങ്കിൽ എഴുതാം. z ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2 പ്ലസ് y3 സബ്ജക്റ്റ് ടു y1ഉം y2ഉം y3ഉം ആഡ് ചെയ്യുക. 3y1 പ്ലസ് 1y2 പ്ലസ് 4y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 2y1 പ്ലസ് 7y2 പ്ലസ് 573 1നേക്കാളും കുറവാണ്. y1 y2 y3 0നേക്കാളും എന്താണ് കൂടുതൽ വാല്യൂ ആണ്. 1നേക്കാളും കുറവാണ്, പക്ഷെ 0നേക്കാളും കുറവാണ്. ഇതാണ് നമുക്ക് എന്ത് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമുക്ക് പ്രോബ്ലംസ് അങ്ങോട്ട് കൂടുതൽ ചെയ്യാം. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അടുത്ത 2 ചാപ്റ്റർ കഴിഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിൽ തന്നെയാണ് കൂടുതലും പഠിക്കേണ്ടത്. അവിടുന്ന് ക്വസ്റ്റ്യൻ വരും എക്സാമിന്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ കാണാറില്ല, പക്ഷെ അവിടെയുള്ള ലീനിയർ പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. ഇഫ് ദർ ഈസ് നോ സാഡിൽ പോയിന്റ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. If there is no saddle point and dominance principle is unsuccessful for reducing the matrix, we can apply linear programming. So find out the express the following games of LPP: A1, A2, B1, B2, B3, 3, 2, 1, 7, 4, 5. So let X1, X2, Y1, Y2, Y3, A1 and A2 select the pure strategy. A is the linear programming. Maximize Z is equal to X1 plus X2 subject to 3X1 plus 2X2 more than 1 ആണ് അല്ലേ? more than 1 ആണ്. സോ ഞാൻ നേരത്തെ ലെസ് ദാൻ എന്നാണ് പറഞ്ഞത്, സോറി ഗ്രേറ്റർ ദാൻ എന്നാണ് വേണ്ടത്. സോറി ലെസ് ദാൻ എന്ന് പറഞ്ഞത് ഗ്രേറ്റർ ദാനും ഗ്രേറ്റർ ദാൻ പറഞ്ഞത് ലെസ് ദാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, ശ്രദ്ധിച്ചില്ല, സോറി. 3x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ 1. x1 പ്ലസ് 7x2 ഗ്രേറ്റർ ദാൻ 1. 4x1 പ്ലസ് 5x2 ഗ്രേറ്റർ ദാൻ 1. x1 ആൻഡ് x2 ഗ്രേറ്റർ ദാൻ 0. നേരത്തെ ലെസ് ദാൻ എന്ന് പറയുന്നത് നോക്ക് ഗ്രേറ്റർ ദാൻ ആണ്. ദെൻ നെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് ബി LPP ഈസ് മാക്സിമം y1 പ്ലസ് y2 പ്ലസ് y3 സബ്ജക്ട് ടു 3y1 പ്ലസ് y2 പ്ലസ് 4y3 ലെസ് ദാൻ 1 ആണ്. ഇവിടെയാണ് ലെസ് ദാൻ 1. 2y1 പ്ലസ് 7y2 പ്ലസ് 5y3 ലെസ് ദാൻ 1. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ട്. ആദ്യത്തെ സെഡിന്റെ കേസിൽ ഗ്രേറ്റർ ദാൻ 1ഉം വൈയുടെ കേസിൽ ലെസ് ദാൻ 1 ആണ്. നിങ്ങൾ നോട്ട് ചെയ്യണേ. ഇത്രയാണുള്ള ലീനിയർ പ്രോഗ്രാമിംഗ്. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഗെയിം തിയറിയുടെ ലിമിറ്റേഷൻസ് ആണ്. സോ സർട്ടൻ ലിമിറ്റേഷൻസ് ഓഫ് ഗെയിം തിയറി. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. ഫസ്റ്റ്, ഹൈപ്പോത്തീസിസ് ദാറ്റ് ദ പ്ലേയേഴ്സ് ഹാവ് the information about their own payoff and others is rational impractical. The hypothesis that the players have the information about their own payoff and others is rather impractical. എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈപ്പോത്തിസിന്റെ ബേസിലാണ് ശരിക്കും പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്നത്. ഹൈപ്പോത്തിസിസ് ഇൻഫോർമേഷന്റെ ബേസിലാണ് ഓരോ പ്ലെയറും അവർക്ക് തോന്നുന്ന സ്വന്തം രീതിയിലുള്ള ഒരു പേ ഓഫ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ എന്താവാം, ഇംപ്രാക്ടിക്കൽ ആവാം. നമ്മളിപ്പോൾ നേരത്തെ മെട്രിക്സ് റെഡ്യൂസ് ചെയ്ത് പോയില്ലേ, അത് ചിലപ്പോൾ ഇംപ്രാക്ടിക്കൽ ആണ്. സെക്കൻഡ്, നമ്പർ ഓഫ് പ്ലേയേഴ്സ് as the number of players add in the game. The analysis of game strategy turns out the increasing complex and complicated. 2-4 പേരുള്ള ഒരു ഗെയിമിൽ പിന്നെയും കുറേ ഗെയിമിൽ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഇൻക്രീസ് ചെയ്യുകയും
അതുപോലെ തന്നെ അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് തേർഡ്, അസംഷൻസ് ഓഫ് മാക്സി മിൻ ആൻഡ് മിനി മാക്സ് പ്രസൻസ് ദാറ്റ് ദ പ്ലേയേഴ്സ് ആർ റിസ്ക് അവേഴ്സ് ആൻഡ് ഹാവ് ഹോൾ ഇൻഫോർമേഷൻ ഓഫ് ദ സ്ട്രാറ്റജീസ്. ഇറ്റ് ഡസ് നോട്ട് ലുക്ക് പ്രാക്ടിക്കൽ. സോ അസംഷൻ ഓഫ് മാക്സി മിൻ ആൻഡ് മിനി മാക്സ് പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ സാഡിൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല എല്ലാത്തിനും മാക്സി മിന്നും മിനി മാക്സും പ്രസന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓരോന്നിലും മിനി മാക്സും മാക്സി മിന്നും പ്രസന്റ് ചെയ്യുമ്പോൾ പ്ലേയേഴ്സിന് അവർക്ക് റിസ്ക് അവേഴ്സ് എത്രയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻ, സ്ട്രാറ്റജീൻ്റെ ഇൻഫോർമേഷൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം എല്ലപ്പോഴും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാ പ്ലേയേഴ്സിനും ഓരോ സ്ട്രാറ്റജിയിലും അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമോ? നത്തിങ്. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വരുന്നത് ഫോർത്ത്, റാദർ ദാൻ ഈച്ച് പ്ലെയർ ഇൻ എ oligopoly condition working under uncertain situations, the players will permit each other to share the secrets of business so as to work out collusion. Then the mixed strategies are not very helpful. അപ്പോൾ rather than each players in the oligopoly condition ഒക്കെ ആകുമ്പോൾ ഓരോ പ്ലേയേഴ്സും ഓരോ അൺസർട്ടൈൻ സിറ്റുവേഷൻ്റെ ബേസിലായിരിക്കും ഗെയിം കളിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. സോ പ്ലേയേഴ്സ് വിൽ പെർമിറ്റ് ഈച്ച് അതർ ടു ഷെയർ ദ സീക്രട്ട് ഓഫ് ബിസിനസ് സോ ആസ് ടു വർക്ക് ഔട്ട് കൊല്യൂഷൻ. അപ്പോൾ പല ബിസിനസ് കൺസേണും ഓരോ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും അപ്ലൈ ചെയ്യുക. അങ്ങനെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ അവർ ഓരോരുത്തരെയും സ്ട്രാറ്റജീസുകൾ ഒരു ഒളിഗോപ്പൊളി കണ്ടീഷനിൽ അൺസർട്ടൈൻ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അതുമാത്രമല്ല അവിടെ മിക്സഡ് സ്ട്രാറ്റജി ഒരിക്കലും അവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കുന്നില്ല. ഫിഫ്ത്ത്, ഇറ്റ് ഈസ് assumed that the two persons involved in the game have equal intelligence. In practical, it may not so. അപ്പോൾ രണ്ടാൾക്കാരാണ് ഗെയിം ചെയ്യുന്നത് വെച്ചാൽ അവർ ഈക്വൽ ഇൻ്റലിജൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാൾക്കും ഒരേ വാല്യൂ ആയിരിക്കില്ലേ കിട്ടുക, അല്ലെ ഒരേ തരത്തിലുള്ള ഗെയിം ആയിരിക്കില്ലേ അവിടെ പോസിബിൾ ആവാം. അപ്പോൾ പലപ്പോഴും ഇത് ബിസിനസ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗെയിം പലപ്പോഴും ഗെയിം തിയറി ബിസിനസ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും എന്താവാറുണ്ട്, ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് ബിസിനസ്മാനും ഒരേ രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആളായിരിക്കും, ഒരേ ഇൻ്റലിജൻ്റ് ഉള്ള ആളായിരിക്കും. അപ്പോൾ രണ്ടാളും ഒരേ സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ അവിടെ രണ്ടാളും ഒരുമിച്ച് ജയിക്കില്ലല്ലോ, ഒരാൾ ജയിക്കുകയും ഒരാൾ ഫെയിൽ ആവുകയും ചെയ്യില്ല. അപ്പോൾ അവിടെയുള്ള ഈ ഒരു സ്ട്രാറ്റജീൻ്റെ ഒരു ഗെയിം തിയറിൻ്റെ ഒരു ഫെയിലിയർ ആണ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻ. ഫസ്റ്റ്, ഹൈപ്പോത്തിസിസ് ദാറ്റ് ദ പ്ലേയേഴ്സ് ഹാവ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ ഓൺ പേ ഓഫ് and others is rational impractical. Second, as the number of players adds in the game, the analysis of game strategies turns out to be increasing complex and complicated. Third, assumption of maxi min and mini max present that the players are risk averse and have whole information of strategy. It does not look practical. Fourth, rather than each player in an oligopoly condition working under uncertain situations, the players will permit each other to share the secret of business so as to work out collusion. Then the metrics or mixed strategies are not very helpful. Last, it is assumed that the two persons involved in the game have equal intelligence. It is practical, it may not so. So these are the main limitations of game theory. Just to review the game theory. Game theory you already know, it's a two players in the game. Its game theory involves the different types of assumption is based on the game theory. We have already detailed discussed about the assumption and it's a certain elements of the game theory. It must be minimum two players is the essential one. So it's a different types of strategies are also used in the game theory. Because it's a then as the game, so as the person win. It must be win. So to apply the different types of strategy is the plan to complete the game or is the successful of the game. So it's a different types of plan or actions are applied in the game. So such a plan is known as strategy. Mainly two types of strategy, pure strategies and a mixed strategy. Pure strategies like it's a specific predetermined plans are already implemented in the predetermined plans are used for attaining the game and it does not changes. അതിനകത്ത് ഒരു മാറ്റവും വരത്തില്ല. എന്ത് ചേഞ്ച് വന്നാലും ഒരു മാറ്റവും വരാത്ത ഗെയിമിനെ സ്ട്രാറ്റജിയാണ് പ്യുവർ സ്ട്രാറ്റജി. മിക്സഡ് സ്ട്രാറ്റജീസ് ലൈക്ക് ഇറ്റ്സ് എ ചേഞ്ച് അപ് ടു ടൈം ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ഓർ ബേസ്ഡ് ഓൺ ദ പ്രോഗ്രസ് ഓഫ് ദ ഗെയിം. ഗെയിമിന്റെ പ്രോഗ്രസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിയെ പ്യുവർ സ്ട്രാറ്റജീസ് നമ്മൾ
മിക്സഡ് സ്ട്രാറ്റജീസ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു സ്ട്രാറ്റജിയുടെ ഒപ്റ്റിമം സ്ട്രാറ്റജി, ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഓരോ ഗെയിമിലും ഓരോ പ്ലേയിലും ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതിനാണ് ഒപ്റ്റിമം സ്ട്രാറ്റജീസ്. മിക്സഡ് സ്ട്രാറ്റജി പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നതിനാണ് മിക്സഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. So in the case of pure strategy, then this mainly for calculate or finalize the saddle point. Saddle point like it's a maximum, maxi, min and mini max points are equal. That is mini max is equal to maxi min. That is, then maxi min means row minimum maximum. Minimum rows maximum point is known as maxi min. Mini max is equal to maximum value of column and it calculate minimum. Maximum column at minimum value is known as minimax. So both of these are equal is known as saddle point. So pure strategy we can apply or find out the saddle point and also this saddle point and simply calculate the value of game with the help of saddle point. Second strategy, mixed strategy. Mixed strategy, different types of strategies are applied at the progress of the game. It's mainly three types of. So, and another term related to this strategy, payoff. Payoff means it's a value or outcome of the game is known as payoff. So we generally also calculate the table, payoff table, or it's also known as payoff matrix or payoff table, as each players values are recorded based on the payoff table or payoff matrix, and also the fair value means correct value or zero value, and the saddle point. Next concept, minimax and maximin. We have already discussed the minimax and maximin. The next mixed strategy, different types of strategies are also applied at the progress of the game. It's three types of mixed strategy. First one, algebraic or probabilistic method. Second, graphical method. Third, linear programming method. First, algebraic method or probabilistic method. Each mixed strategies without the saddle point. So don't to calculate the saddle point or does not exist the saddle point of mixed strategy. First one, the algebraic or probabilistic method. So this methods is based on the certain equation or algebraic. It's based on only 2 into 2 matrix possible. That is 2 rows and 2 columns are only for calculate the value of game. Okay. Otherwise, then these everything are eliminate with the dominance principles, or eliminate the other types of rows and columns with the help of dominance principle. So the dominance principle, like in the row wise, minimum values are eliminated. Compare the two values, minimum values are eliminated. And the column wise, compare two value or two columns, maximum values are eliminated. This principle is known as dominance principles. Based on the dominance principle, algebraic equation or every mixed strategies are uses of the majority of mixed strategies are uses the dominance principles without linear programming. So first, algebraic method or probability method. So and eliminate the different columns and rows, and finally 2 into 2 matrix calculate, and also calculate the value of game with the help of probability. So the simply player A's strategies are applied, calculate the p value and 1 minus p value, and B's players strategies are applied the q value and 1 minus q value, and find out the value of game with the help of equation AD minus BC divided by A plus D minus B plus C equation. Also find out the value of game with the help of algebraic method or probabilistic method. Second concept, like graphic methods, it's a graphically represent the value of game or the maximum value of game with the help of graphical methods. So that the graphics are represented. These graphical methods are also clearly determine or find out the value, maximum value point, and finally reduce the size. It's also m into 2 size and also n into 2 into n size. Also calculate the finally find out optimized strategies. Then also this graphical method also uses for 2 into 2, that is 2 columns and 2 rows are also implemented. And finally find out the value
Without saddle point also in the graphical method, find out the value of game with the help of then these reduce the matrix value or reduce the value or reduce the column wise and reduce the row wise with the help of dominance principle and find out the value of game with the help of 2 into 2 matrix also. Then third method of linear programming. Now we discuss the linear programming. Actually linear programming we also without the saddle point, but it's no possibility of the occurrence of principle of occurrence is unsuccessful in the case of linear programming. And the linear programming cases of find out the value as players x indicate and b player y indicate, and finally calculate the values of x and y and finally determine the value of and it's also discuss the certain limitation of game theory. That's all the game theory chapter. The next day we will discuss the next chapter. Thank you.